വലിയ പറമ്പ് ഇടയിലേക്കാട് കാവിലുള്ള അപൂർവമായ ഓരിലത്താമര നിരീക്ഷിക്കാനെത്തിയ കുരുന്നുകൾക്ക് അത് പുതിയ അറിവിന്റെയും തിരിച്ചറിവിന്റെയും പാഠങ്ങൾ പകർന്നു നൽകി. ഇടയിലേക്കാട് നവോദയ ഗ്രന്ഥാലയം ബാലവേദി നേതൃത്വത്തിലാണ് ഓരിലത്താമര നിരീക്ഷണം നടത്തിയത്. പുതുമഴയിൽ പൂവോടുകൂടി പ്രത്യക്ഷപ്പെട്ട വർഷത്തിൽ 6 മാസം മാത്രം ജീവിച്ച് മണ്ണിലേക്ക് മടങ്ങുകയും ചെയ്യുന്ന അപൂർവ സസ്യമാണ് ഓരില. ഒരില മാത്രമുള്ള ജീവിതചക്രം പൂർത്തിയാക്കി അടുത്ത 6 മാസം മണ്ണിനടിയിൽ കിഴങ്ങിനെ ഭദ്രമായി ഒളിപ്പിച്ചു വെക്കുകയും ചെയ്യുന്ന സസ്യത്തിന്റെ ജീവിതചക്രം കുട്ടികൾക്ക് കൗതുക കാഴ്ചയായി. കേരളത്തിലെ കാവുകളിലും മറ്റും അപൂർവമായി കാണപ്പെടുന്ന ഓരില താമര എന്ന സസ്യത്തിന്റെ 2 ഇനങ്ങളുള്ള കാവാണ് ഇടയിലക്കാട്ടിലെ 15 ഏക്കർ വിസ്തൃതിയിലുള്ള കാവ്. നെർവിലിയ പ്രേനിയാന, നെർവിലിയ ഇൻഫുണ്ടി ബൈഫോളിയ എന്നിവയാണ് ഈ 2 ഇനങ്ങൾ. ശരാശരി 5 സെന്റിമീറ്റർ വ്യാസമുള്ള താമര ഇലയോട് സാദൃശ്യമുള്ള ഇലയുള്ള നിലം പറ്റി വളരുന്ന ഒരു തരം നില ഓർക്കിഡാണ് ഇത്. മണ്ണിനടിയിൽ വളരുന്ന മുത്തങ്ങയുടെ വലിപ്പമുള്ള ചെറിയ തരം കിഴങ്ങിൽ നിന്നാണ് പുതിയ സസ്യങ്ങൾ മഴയുടെ തുടക്കത്തിൽ മുളച്ചു വരിക. നേർത്ത തണ്ടിന്റെ അറ്റത്ത് കാണപ്പെടുന്ന ഇളം പിങ്ക് നിറത്തിലുള്ള പൂവിന്റെ ആയുസ് ഒരാഴ്ച കാലമേ നീളൂ. പിന്നീടാണ് സസ്യത്തിന്റെ പ്രധാന ഭാഗമായ ഒരില പ്രത്യക്ഷപ്പെട്ട് നവംബർ മാസത്തോടെ മണ്ണിലേക്ക് തിരിച്ചു പോവുക. വൃക്ക, ത്വക്ക് രോഗങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട ഔഷധമായി ഇതിന്റെ കിഴങ്ങ് പഴയ കാലത്ത് പാരമ്പര്യ വൈദ്യന്മാർ ഉപയോഗിച്ചു വന്നിരുന്നു. ഓരില താമരകളുടെ എണ്ണം കുറഞ്ഞതോടെ ഇന്ന് ഔഷധത്തിന് ഉപയോഗിക്കാനും പറ്റാറില്ല. കാവിന്റെ 3 ഭാഗങ്ങളിലായി കാണപ്പെട്ടിരുന്ന ഈ സസ്യത്തെ കുട്ടികൾ ഇത്തവണ നിരീക്ഷിച്ചപ്പോൾ ഒരു ഭാഗത്ത് മാത്രമാണ് എണ്ണം കുറഞ്ഞ നിലയിൽ കാണപ്പെട്ടത്. ഇലയുടെ വലുപ്പത്തിലും കുറവുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിൽ അതിശക്തമായ മഴയിൽ കാവിനകത്ത് വെള്ളം കെട്ടിനിൽക്കുന്നതാകാം ഇതിന് കാരണമെന്ന് അനുമാനിക്കുന്നു. ഓരില നിരീക്ഷണത്തിന് പരിസ്ഥിതി പ്രവർത്തകൻ ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിയുമായ പി വേണുഗോപാലൻ, സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും പരിസ്ഥിതി ഡോക്യുമെന്ററി സംവിധായകനുമായ കൃഷ്ണദാസ് പാലേരി എന്നിവർ നേതൃത്വം നൽകി. ഇടയിലക്കാട് നവോദയ വായനശാല ഗ്രന്ഥാലയത്തിന്റെ ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തിവരുന്ന പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ ഓരില താമര നിരീക്ഷണം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഓരില താമര ഏറ്റവും അപൂർവമായിട്ടുള്ള 2 ഇനങ്ങൾ ഈ ഇടയിലക്കാട് കാവിലുണ്ട്. ഇത്തവണ നമ്മൾ ഇത് നിരീക്ഷിച്ചപ്പോൾ മനസ്സിലായത് ഇതിൻ്റെ എണ്ണം വളരെ വലിയ നിലയിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട്. കാവിൻ്റെ ഒരു 4 വിവിധ ഭാഗങ്ങളിലായിട്ടാണ് ഈ ഓരില താമര നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു ഭാഗത്ത് മാത്രമായിട്ട് കുറച്ച് ഓരില താമര കാണുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ വലിപ്പത്തിലും വലിയ നിലയിൽ കുറവുണ്ടായിട്ടുണ്ട്. ഗ്രന്ഥാലയം പ്രസിഡന്റ് കെ സത്യവ്രതൻ, കെ വി രമണി, സി ജലജ, പി വി സുരേഷൻ, എം പ്രമോദ്, കെ പി ഗിരിജ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.